ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹവായു, ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമും ശവക്കറികളും എന്ന ടോക്ക് ഓഫ് ദ ഡേയുമായിട്ടാണ്. ഈ ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. എൻ്റെ ഫ്രണ്ട്സ്, ഇത് കാണുന്ന ഫ്രണ്ട്സ്, പ്ലീസ് ഫ്രണ്ട്സ്. ഓക്കെ, മുല്ലപ്പെരിയാർ ഡാമും ശവക്കറികളും. ഇത് ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ ഉപയോഗിക്കാൻ കാരണം ഈ ശവക്കറികൾ എന്നുള്ള പ്രയോഗം എൻ്റേതല്ല. അത് തസ്മൈ ഗുരുജി എന്ന് പറയുന്ന സ്വാമി പ്രയോഗിച്ച പ്രയോഗമാണ് ശവക്കറികൾ എന്നുള്ള പ്രയോഗം. അപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ്. പിന്നെ ഈ സ്വാമിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട 9 വയസ്സുള്ള ഒരു പയ്യൻ, അവനും അവൻ്റെ അച്ഛനും അമ്മയും എല്ലാം കൂടി ഇരുന്നിട്ട് ഈ പറയുന്ന ബാക്ക് മീഡിയ, സൈക്കോപാത്ത് തുടങ്ങിയ യൂട്യൂബ് ചാനലുകളിലൂടെ ഇങ്ങനെ ഒരു സംഭവം, അതായത് 100 ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ ഡാം തകരും എന്നാണ് കൊച്ചു പറഞ്ഞത്. അവൻ്റെ ഇൻഡ്യൂഷനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഭീതി ഉണർത്തി നിൽക്കും. ആ ഭീതി ഉണർത്തി നിൽക്കുന്ന സംഭവമാണ് മുല്ലപ്പെരിയാർ. അത് കൊച്ചു കുട്ടികളുടെ ഉള്ളിലേക്ക് അത് പകർന്നു കൊടുക്കുകയും അത് അവനതിൻ്റെ ഭീതിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ അവന് ഉണ്ടായ ഇൻഡ്യൂഷനാവാം. അപ്പോൾ അങ്ങനെയുള്ള അതൊരു സൈക്കോ ലെവലാണ്. അപ്പോൾ അങ്ങനെയുള്ള സൈക്കോളജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുക, അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക, അവരിങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോവുക. ഇതൊക്കെ മനുഷ്യൻ പാനിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പം ഈ കാര്യത്തെക്കുറിച്ചിട്ട് സ്വാമിജിയുടെ ശിഷ്യഗണമാണ്. അപ്പോൾ സ്വാമിജിയോട്, ഈ തസ്മൈ ഗുരുജി എന്ന് പറഞ്ഞ സ്വാമിജിയോട് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞത്, മനുഷ്യൻ ശവക്കറികൾ കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം മനുഷ്യൻ ശവക്കറികൾ ഒഴിവാക്കുക, ധ്യാനത്തിലിരിക്കുക, എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിനെ സംരക്ഷിക്കാൻ പറ്റും എന്നാണ്. എന്താണ് ഈ ശവക്കറികൾ എന്ന് സ്വാമിജി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശവക്കറികൾ എന്ന് പറഞ്ഞാൽ മാംസാദികൾ ആയിരിക്കാം. അപ്പോൾ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരിക്കും ഈ ശവക്കറി എന്ന് ഉള്ള പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം മനുഷ്യൻ്റെ ആഹാര ശൃംഖല തന്നെയുണ്ട്. അപ്പോൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ജീവജാലങ്ങൾ തിന്നുന്നതാണ്. അപ്പം തിന്നുന്നതിനെ കുറിച്ചാണ് സ്വാമിജി പറയുന്നത്. അത് ശരിക്കും ജീവനില്ലാത്ത എന്തോ ഉള്ളത്? മനുഷ്യന് ഓക്സിജൻ കിട്ടുന്ന എവിടുന്ന? വൃക്ഷലതാദികളിൽ നിന്നാണ്. മനുഷ്യൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ തരുന്ന വൃക്ഷലതാദികളാണ്. നമ്മൾ ഈ പറയുന്ന ഹരിതം നിറഞ്ഞ വൃക്ഷലതാദികളാണ് നമ്മൾ ഈ പറയുന്ന മറ്റുള്ള പച്ചക്കറികൾ എന്ന് പറയുന്നത്. അതിലുണ്ടാവുന്നതാണ്. അപ്പോൾ ആ പച്ചക്കറികളിൽ ഓക്സിജനില്ലേ, അത് ജീവനുള്ള സാധനമല്ലേ, അതല്ലേ നമ്മൾ കഴിക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്നില്ലേ? മത്സ്യമാംസാദികൾക്കുള്ളതുപോലെ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്ന എല്ലാ സാധനങ്ങൾക്കും ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ഓക്സിജൻ തരുന്ന എക്സ്പെഷ്യലി ജീവനുണ്ട് അതിനൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊന്നും നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ മനുഷ്യന് ആഹാരമേ കഴിക്കാൻ പറ്റില്ല. പിന്നെ സമീകൃത ആഹാരം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മനുഷ്യൻ കഴിക്കേണ്ട ആഹാരത്തെക്കുറിച്ചിട്ടൊരു ടെക്സ്റ്റ് തന്നെയുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, മനുഷ്യന് ആവശ്യമായ അനുപാതത്തിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോക കണക്കുകൾ ആധാരമാക്കി ആരോഗ്യമുള്ള ഓരോ വ്യക്തിക്കും ഇത് സ്വാമിജി പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. ലോക കണക്കുകൾ ആധാരമാക്കി ആരോഗ്യമുള്ള ഓരോ വ്യക്തിക്കും ദൈനംദിനം വേണ്ട പോഷക മൂല്യങ്ങളുടെ അളവ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് പോലും തിട്ടപ്പെടുത്തുന്ന, അതായത് സാധാരണക്കാർക്കും പോലും ഉപയോഗിക്കാവുന്ന ടൈം ടേബിളിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിലാണ് ഈ ആഹാര ശൃംഖല ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഭക്ഷ്യ വസ്തുക്കളെ ദേശീയ പോഷകാഹാര ഗവേഷണശാല ബേസിക് ഘടകങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് മനുഷ്യൻ എങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കണം, സമീകൃത ആഹാരം മനുഷ്യൻ കഴിക്കേണ്ട രീതി, ഓരോരോ മനുഷ്യനും കഴിക്കേണ്ട രീതിയെക്കുറിച്ച് അവർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് ബേസിക് ഘടകങ്ങൾ. 1, ധാന്യാംശം 300 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ 60 ഗ്രാം, പച്ചക്കറികൾ, പഴങ്ങൾ, ഇലവർഗ്ഗങ്ങൾ 126 ഗ്രാം, കിഴങ്ങ് വർഗ്ഗങ്ങൾ 50 ഗ്രാം, മറ്റു പച്ചക്കറികൾ, പഴങ്ങൾ 100 ഗ്രാം, ക്ഷീരവും ക്ഷീരോൽപ്പന്നങ്ങളും 200 ഗ്രാം, പകരം ക്ഷീരവും ക്ഷീരോൽപ്പന്നങ്ങളും അല്ലെങ്കിൽ അതിന് പകരം കൂവരക്, മാൾട്ട് എന്നിവ 200 ഗ്രാം, പഞ്ചസാര, ശർക്കര 30 ഗ്രാം, ഷുഗർ ഉള്ളവർക്ക് ഒഴിവാക്കാം.
മാംസാഹാരം മുട്ട 30 ഗ്രാം, മീനിറച്ചി 30 ഗ്രാം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ കഴിക്കേണ്ട സമീകൃത ആഹാരത്തെ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മനുഷ്യൻ്റെ ആയുസ് നിലനിർത്താനും വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മനുഷ്യന് വേണ്ടി, മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ആഹാര രീതിയാണ്. അപ്പോൾ ഇതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങളാണ്. ഇതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ മെഡിറ്റേഷനിലിരുന്ന് ആഹാരം കഴിക്കാതെ മൂത്തുമുരടിച്ച് ശ്രീബുദ്ധനൊക്കെ സംഭവിച്ച പോലെ സംഭവിക്കും. മൂത്തുമുരടിച്ച് നമ്മൾ ശരീരം നഷ്ടമായി, ആരോഗ്യം നഷ്ടമായി, ഇൻറ്റേർണൽ മസിൽസും എക്സ്റ്റേണൽ മസിൽസും ഒക്കെ വീക്കായി മനുഷ്യനൊരു പ്രത്യേക രൂപമായി മാറി മരിക്കും പ്രത്യേക ലോകത്ത്. ഇപ്പോൾ സ്വാമിജിയുടെ കാര്യം പറഞ്ഞത്, ഈ സ്വാമിജിയുടെ കോക്കസിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നില്ല, അവർ കഴിക്കില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അപ്പം അതുപോലെ തന്നെ മുട്ട കഴിക്കില്ല, അതുപോലെ തന്നെ കേക്ക്, മിഠായി തുടങ്ങിയ സാധനങ്ങൾ കഴിക്കില്ല, അതിലൊക്കെ മുട്ട അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് തന്നെയല്ല, ഈ സ്വാമിജിയുടെ കുട്ടികളാരും സ്കൂളിൽ പോകുന്നില്ല, അവരെ സ്കൂളിൽ വിട്ടല്ല പഠിപ്പിക്കുന്നത്. ആഘോഷങ്ങളില്ല, ബർത്ത്ഡേ സെലിബ്രേഷൻ, അതുപോലെ തന്നെ വെഡ്ഡിങ് സെലിബ്രേഷൻ, വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ, ആനിവേഴ്സറി സെലിബ്രേഷൻസ്, ഇതൊന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേക ലോകത്താണ് ഈ സ്വാമിയുടെ ഡിവോട്ടീസും അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളും വ്യാപരിക്കുന്നത്. അപ്പോൾ അത് തന്നെ സൈക്കോളജിക്കലി അവർ വേറൊരു ലോകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം, അതിൻ്റെ ഒരു സീക്രട്ട്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് കോക്കസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള മനുഷ്യനെ പാനിക്കാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പറഞ്ഞ് എന്താ പറയുക, മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച് മനുഷ്യനെ ഭീതിയിലാക്കരുത്, അപ്പോൾ പാനിക്കാക്കരുത്, അപ്പം തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ശരിക്കും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ചരിത്രം, ഇനിയിപ്പം മുല്ലപ്പെരിയാർ ഡാം തകരാതിരിക്കണമെങ്കിൽ എന്നാണ് സ്വാമി പറഞ്ഞത്. അപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകരാതിരിക്കണമെങ്കിൽ ആളുകൾ മത്സ്യമാംസാദികൾ, ശവക്കറികൾ ഉപേക്ഷിച്ചിട്ട് മെഡിറ്റേഷനിലിരിക്കണമെന്ന് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രം നമുക്കെടുക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വയസ്സ് 116 വയസ്സായി. അതായത് 116 വർഷം മുമ്പ് ജോൺ പെനിക്യൂക്ക് എന്ന വ്യക്തിയാണ് ഈ ഡാമിൻ്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവും മുല്ലപ്പെരിയാറിൻ്റെ. അപ്പോൾ അന്ന് ജോൺ പെനിക്യൂക്ക് പറഞ്ഞത് ഈ മുല്ലപ്പെരിയാർ ഡാമിന് 50 വയസ്സ് അല്ലെങ്കിൽ 60 വർഷം ആണ് ആയുസ് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. ഈ കോൺക്രീറ്റിന് പകരം മണലും ചുണ്ണാമ്പും ചേർന്ന സുർക്കി മിശ്രിതമാണ് ഈ ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡാമിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഡാം തീർച്ചയായിട്ടും തകരും. അപ്പോൾ ഡാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനൊറ്റ മാർഗ്ഗമുള്ളൂ, തകരും എന്ന് പറഞ്ഞപ്പോൾ ഈ സ്വാമിജി പറഞ്ഞ പോലെ ശവക്കറികൾ ഉപേക്ഷിച്ചിട്ട് മത്സ്യമാംസാദികൾ, ശവക്കറികൾ അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ്, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിട്ട് ധ്യാനത്തിലിരുന്നാൽ മതി, ഡാം തകരില്ല എന്ന് പറയാം. ഡാമിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പ്രോസസ്സിങ്ങിൽ ഡാമിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എന്ത് ധ്യാനത്തിലിരുന്നാലും ഡാം തകരും, ധ്യാനത്തിലിരിക്കുന്നവരെ ഒഴുക്കിക്കൊണ്ട് പോകും. അപ്പോൾ അത് സ്വാമിജി ഇരിക്കുന്ന ബാംഗ്ലൂരാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഡാമിൻ്റെ പരിസരമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളിപ്പോൾ ഒരവസ്ഥ, ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ ദുരന്തത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വയനാട് എത്രയോ പേരുടെ ജീവൻ അപകരിച്ചു, എത്രയോ പേരെ കാണാതായി, അത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്കാണ്, അതിൻ്റെ ഭീതിയിലിരിക്കുന്ന ആളുകളുടെ ഇടയ്ക്കാണ് ഇനി മുല്ലപ്പെരിയാർ 100 ദിവസത്തിനുള്ളിൽ തകരും എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന വീഡിയോകൾ മനുഷ്യനെ പാനിക്കാക്കുന്ന അവസ്ഥയാണ്. മനുഷ്യനെ പാനിക്കാക്കരുത്. മുല്ലപ്പെരിയാർ ഡാം തകരാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, മുല്ലപ്പെരിയാർ ഡാമിന് പാരലായിട്ട് മറ്റൊരു ഡാം പണിയുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. ഈ പറയുന്ന സ്വാമിജി ഇങ്ങനെയുള്ള പ്രൊഡിക്ഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും, കൊറോണ വന്നപ്പോഴും, അല്ലെങ്കിൽ സുനാമി ഉണ്ടായപ്പോഴൊക്കെ ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവർക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഉൾവിളി ഉണ്ടാകാനോ, വെളിപാടുകൾ ഉണ്ടാകാനോ, ഈ പറയുന്ന ഇൻഡ്യൂഷൻസ് ഉണ്ടാകാനോ, വിളിച്ച് പറയാനോ ഒന്നും ഇവരൊന്നും കണ്ടില്ലല്ലോ. ഈ ഒരു മുല്ലപ്പെരിയാറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന, മുല്ലപ്പെരിയാർ അത് ഭീതി ഉണർത്തി നിൽക്കുന്നതുകൊണ്ട് അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള സൈക്കോ തോട്ടാണ്. അപ്പം അത് ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചിഴച്ച് വിളിച്ചു പറഞ്ഞ് നടക്കാതെ മുല്ലപ്പെരിയാർ ഡാമിനെ എന്ന് പറയുന്ന അവസ്ഥ, മുല്ലപ്പെരിയാർ ഡാം പഴക്കം ചെന്ന ഡാമായതുകൊണ്ട് ആ ഡാമിന് പകരം ഒരു ഡാം പണിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
അപ്പോൾ അല്ലാതെ നമ്മളിങ്ങനെ ആളുകളെ പാനിക്കാക്കുന്ന അവസ്ഥയിൽ പറഞ്ഞു നടക്കാതിരിക്കുക. ഇത് സ്വാമിജിയുടെയും മറ്റുള്ളവരെയും ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഈ പറയുന്ന എൻ്റെ ടോക്ക് ഓഫ് ദി ഡേ, അപ്പം ഈ ശവക്കറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ പ്രയോഗം തന്നെ തെറ്റാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കാതിരിക്കുക. മനുഷ്യന് ആഹാരം കഴിക്കേണ്ട ആഹാരങ്ങൾ മനുഷ്യൻ കഴിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ ഒഴിവാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.